ഇടുക്കി മറയൂരിൽ സ്വകാര്യ ഭൂമിയിൽ കാട്ടാന ചരിഞ്ഞ നിലയിൽ ഇന്ന് ഉച്ചയോടെയാണ് കാട്ടാനയുടെ മൃതദേഹം കണ്ടെത്തിയത്. പ്രദേശത്ത് കാട്ടാന ശല്യം രൂക്ഷമായിരുന്നു. മുഹമ്മദ് ആഷിഖ് വിവരങ്ങൾ നൽകും. ആഷിഖ്, ആനയുടെ ജഡം കണ്ടെത്തിയതിൽ മറ്റെന്തെങ്കിലും സംശയങ്ങളുണ്ടോ വനംവകുപ്പിന്? വനംവകുപ്പ് പ്രാഥമികമായി നടത്തിയ പരിശോധനയിൽ ഏതെങ്കിലും തരത്തിലുള്ള അസ്വാഭാവികത ഈ കാട്ടാനയുടെ ജഡം കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട് ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ആ പ്രദേശത്ത് മറയൂർ കാന്തല്ലൂർ പ്രദേശത്ത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നിരന്തരം കാട്ടാനയുടെ ശല്യം റിപ്പോർട്ട് ചെയ്യുകയും വനംവകുപ്പ് തന്നെ ഈ കാട്ടാനകളെ അവിടെ നിന്ന് തുരത്താനുള്ള ഒരു ശ്രമം നടത്തുകയും പരാജയപ്പെടുകയും ഒക്കെ ചെയ്തതാണ്. 4 കാട്ടാനകൾ അവിടെ നിരീക്ഷണത്തിലായിരുന്നു. MT 1, 2, 3, 4 എന്ന് പേരിട്ടിരിക്കുന്ന 4 കാട്ടാനകൾ അവിടെ നിരീക്ഷണത്തിലായിരുന്നു. അതിൽ MT 3 എന്ന് പറയുന്ന കാട്ടാനയാണ് നിലവിൽ ചെരിഞ്ഞിരിക്കുന്നത് എന്ന സംശയമാണ് നിലവിൽ വനംവകുപ്പ് പ്രകടിപ്പിക്കുന്നത്. വനംവകുപ്പ് സംഘം അടക്കം അവിടെ എത്തിയിട്ടുണ്ട്. അവിടെ ഒരു സ്വകാര്യ ഭൂമിയിൽ ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഒരു കാട്ടുകൊമ്പന്റെ മൃതദേഹം കണ്ടെത്തുന്നത്. ഉടനടി തന്നെ നാട്ടുകാർ വനംവകുപ്പിനെ വിവരം അറിയിക്കുകയും തുടർന്ന് അത് വനംവകുപ്പ് അധികൃതരെത്തി പരിശോധന നടത്തുകയും ചെയ്തു. ഒരു ഉയരത്തിൽ നിന്ന് മറിഞ്ഞു വീണതാണ് എന്നുള്ള പ്രാഥമിക നിഗമനം ഇപ്പോൾ വനംവകുപ്പ് നടത്തുന്നുണ്ട്. ഒരു ഉയർന്ന പ്രതലത്തിൽ നിന്ന് അല്പം താഴ്ചയിലേക്ക് വീഴുന്നതായിട്ടാണ് അത് നടന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുന്നത്. ഏതായാലും മൃതദേഹത്തിന് വലിയ പഴക്കമൊന്നുമില്ല. ഈ അടുത്ത സമയത്ത് തന്നെ അപകടം പറ്റി മരണപ്പെട്ടതാകാം അല്ലെങ്കിൽ ചെരിഞ്ഞതാകാം എന്ന നിഗമനത്തിലാണ് നിലവിൽ വനംവകുപ്പുള്ളത്. കൂടുതൽ പരിശോധന നടത്തുന്നു എന്നാണ് ഈ ഘട്ടത്തിൽ വനംവകുപ്പ് അറിയിക്കുന്നത്. ദിവ്യ, ഇടുക്കി മറയൂരിലാണ് കാട്ടാനയെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. വനംവകുപ്പത്തെ മറ്റ് പരിശോധനകളൊക്കെ നടത്തിയിട്ടുണ്ട്. അസ്വാഭാവികതയില്ല എന്ന് തന്നെയാണ് നിഗമനം. മുഹമ്മദ് ആഷിഖാണ് വിവരങ്ങൾ നൽകിയത്.